വടക്കാഞ്ചേരിയിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും തമ്മിലുള്ള മൂപ്പിളമ തർക്കം വിവാദത്തിലേക്ക്. പോലീസ് വാഹനത്തിന് പിഴ ചുമത്തിയതിന് പിന്നാലെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. മന്ത്രി കൂടിയായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ.ജി. ജനീഷിനെ തൃശൂർ DCC അവഗണിക്കുകയാണെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസീൻ മജീദ് രംഗത്തെത്തി. വിമർശനം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. കള്ളു കുടിച്ചതിന്റെ പണം ചോദിച്ചതിനെ തുടർന്ന് ഷാപ്പ് മാനേജരെ മർദ്ദിക്കുകയും ഷാപ്പിൽ നാശനഷ്ടം വരുത്തുകയും ചെയ്ത കേസിൽ 2 യുവാക്കളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായവരിൽ ഒരാൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. വടക്കാഞ്ചേരിയിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും തമ്മിലുള്ള മൂപ്പിളമ തർക്കം വിവാദത്തിലേക്ക്. പോലീസ് വാഹനത്തിന് പിഴ ചുമത്തിയതിന് പിന്നാലെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതായും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. വടക്കാഞ്ചേരി പോലീസിന്റെ ഔദ്യോഗിക ബൊലേറോ വാഹനത്തിന് പിഴ ചുമത്തിയ സംഭവത്തിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പോലീസ് വാഹനത്തിന് ഇൻഷുറൻസും മലിനീകരണ സർട്ടിഫിക്കറ്റും ഇല്ലെന്നാരോപിച്ചാണ് തൃശൂർ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ടർ PV ബിജു 4000 രൂപ പിഴ ചുമത്തിയത്. എന്നാൽ വാഹനത്തിന് സാധുവായ ഇൻഷുറൻസ് ഉണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ വിശദീകരണം. ഉത്രാളിക്കാവിന് സമീപം പെട്രോളിംഗ് നടത്തുന്നതിനിടെയായിരുന്നു MVD സംഘം പോലീസ് വാഹനം പരിശോധനയ്ക്കായി തടഞ്ഞത്. ഈ നടപടിക്കിടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് MVD ഉപയോഗിച്ചിരുന്ന ഔദ്യോഗിക വാഹനം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും സംഭവവുമായി ബന്ധപ്പെട്ട അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ടർ PV ബിജുവിനെ കണ്ടെത്താനുള്ള നടപടികൾ തുടരുകയാണെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം. അതേസമയം സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക പ്രതികരണം ലഭ്യമായിട്ടില്ല. മീഡിയ ടൈം, തൃശൂർ. തൃശൂർ കോൺഗ്രസിൽ വീണ്ടും ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു. മന്ത്രി കൂടിയായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ.ജി. ജനീഷിനെ തൃശൂർ DCC അവഗണിക്കുകയാണെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസീൻ മജീദ് രംഗത്തെത്തി. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വിമർശനം. ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അനിൽ അക്കരയ്ക്കും ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട MP ജാക്സണും നൽകുന്ന സ്വീകരണ ചടങ്ങിന്റെ ഫ്ലക്സിൽ മന്ത്രി ഒ.ജെ. ജനീഷിന്റെ പേരോ ചിത്രമോ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസീൻ മജീദ് വിമർശനമുന്നയിച്ചത്. മന്ത്രി ഒ.ജെ. ജനീഷ് ചുമതലയേറ്റ വിവരം പോലും തൃശൂർ DCC അറിഞ്ഞിട്ടില്ലെന്ന പരിഹാസത്തോടെയാണ് ഫർസീന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അംഗീകരിക്കാൻ പ്രയാസമുണ്ടാകുന്നത് സ്വാഭാവികമാണെങ്കിലും അത് പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കുന്നത് അല്പത്തരമാണെന്നും അദ്ദേഹം കുറിച്ചു. സ്വീകരണ ചടങ്ങിൽ TN പ്രതാപൻ, VM സുധീരൻ, ജോസഫ് ടാജറ്റ് എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. ഫർസീന്റെ പോസ്റ്റിന് താഴെ നിരവധി രാഷ്ട്രീയ പ്രതികരണങ്ങളാണ് ഉയർന്നത്. തൃശൂർ കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനങ്ങളെയും നേതൃത്വത്തെയും വിമർശിക്കുന്ന തരത്തിലുള്ള കമന്റുകളാണ് കൂടുതലും പ്രത്യക്ഷപ്പെട്ടത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമാനത്തിനുള്ളിൽ പ്രതിഷേധിച്ച കേസിലെ പ്രതിയായ ഫർസീൻ മജീദിന്റെ ഈ വിമർശനം തൃശൂർ കോൺഗ്രസിലെ ആഭ്യന്തര ചർച്ചകൾക്ക് വീണ്ടും വഴിവെച്ചിരിക്കുകയാണ്. അതേസമയം ഫർസീൻ മജീദിന്റെ ആരോപണങ്ങളോട് തൃശൂർ DCCയുടെ ഔദ്യോഗിക പ്രതികരണം ലഭ്യമായിട്ടില്ല. മീഡിയ ടൈം, തൃശൂർ. കള്ളു കുടിച്ചതിന്റെ പണം ചോദിച്ചതിനെ തുടർന്ന് ഷാപ്പ് മാനേജരെ മർദ്ദിക്കുകയും ഷാപ്പിൽ നാശനഷ്ടം വരുത്തുകയും ചെയ്ത കേസിൽ 2 യുവാക്കളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായവരിൽ ഒരാൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ റൌഡിയുമാണ്. നാട്ടികയിലെ കള്ളുഷാപ്പിൽ കഴിഞ്ഞ ജൂലൈ 8 രാത്രിയോടെയായിരുന്നു സംഭവം. കള്ളും കറിയും കഴിച്ച ശേഷം പണം നൽകാതെ നിന്ന സംഘത്തോട് ഷാപ്പ് മാനേജർ രാജേഷ് കുടിശ്ശിക ചോദിച്ചതാണ് തർക്കത്തിന് വഴിവെച്ചത്. തുടർന്ന് നാട്ടിക സ്വദേശി മുഹമ്മദ് മിസ്ബാൻ സുഹൃത്തായ പെരിങ്ങോട്ടുകര സ്വദേശി ഗോകുൽ കൃഷ്ണയെ ഫോണിൽ വിളിച്ചു വരുത്തിയതായി പോലീസ് പറയുന്നു. ഇരുവരും ചേർന്ന് ഷാപ്പിലുണ്ടായിരുന്ന കള്ളുകുപ്പികളും ഗ്ലാസുകളും അടിച്ചു തകർത്തു. നാശനഷ്ടം വരുത്തിയെന്നും ഇത് തടയാൻ ശ്രമിച്ച ജീവനക്കാരനെ തള്ളിമാറ്റിയ ശേഷമാണ് മാനേജർ രാജേഷിനെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് മർദ്ദിച്ചതെന്നും പോലീസ് വ്യക്തമാക്കി.
സംഭവത്തിൽ പെരിങ്ങോട്ടുകര തൈവളപ്പിൽ വീട്ടിൽ ഗോകുൽ കൃഷ്ണയെയും നാട്ടിക പുളിക്കൽ വീട്ടിൽ മുഹമ്മദ് മിസ്ബാനെയും വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായ ഗോകുൽ കൃഷ്ണ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ റൌഡിയാണെന്നും 2 വധശ്രമ കേസുകൾ ഉൾപ്പെടെ 5 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്നും പോലീസ് അറിയിച്ചു. മുഹമ്മദ് മിസ്മാൻ കഞ്ചാവ് ഉപയോഗം, വീട്ടിൽ അതിക്രമിച്ച് കയറി മോഷണം നടത്തിയ കേസുൾപ്പെടെ 2 കേസുകളിലെ പ്രതിയാണെന്നും പോലീസ് വ്യക്തമാക്കി. സബ് ഇൻസ്പെക്ടർ എബിൻ സിയനയുടെ നേതൃത്വത്തിൽ വലപ്പാട് പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് തുടർ നടപടികൾ സ്വീകരിച്ചത്. മീഡിയ ടൈം, തൃശൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മാള മെറ്റ്സ് കോളേജിൽ ത്രിദിന വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. 3 ദിവസങ്ങളിലായി വിവിധ സെഷനുകളിൽ വെബ് ആപ്ലിക്കേഷൻ രംഗത്തെ അത്യാധുനിക സാങ്കേതിക വിദ്യകളെക്കുറിച്ചാണ് വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനം നൽകിയത്. മെറ്റ്സ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം മേധാവി എസ് രഞ്ജിത്ത് പരിശീലനം നൽകി. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അംബിക ദേവിയമ്മ, ചെയർമാൻ ഡോക്ടർ ഷാജു ആന്റണി ഐനിക്കൽ, ഡോക്ടർ ആറ്റൂർ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മാള കാർമൽ കോളേജിൽ 1ാം വർഷ വിദ്യാർത്ഥികളുടെ ഔദ്യോഗിക പ്രവേശനം, മെറിറ്റ് ജേതാക്കൾക്കുള്ള അനുമോദനം ട്രൈഫെസ്റ്റ് 2026 പരിപാടിയായി സംഘടിപ്പിച്ചു. മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാണ് മാള എന്ന് പറയുന്നത്. അത് നമ്മുടെ പുറത്തുള്ള ക്യാമ്പസുകളിൽ കുറിച്ച് ഈ മാളയിൽ പരിസര പ്രദേശങ്ങളിലുള്ളതുപോലെ കോളേജുകളും സ്കൂളുകളും മറ്റു സ്ഥലത്തും കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഞാൻ തിരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് ജയിച്ചു കഴിഞ്ഞാൽ മാളയിലേക്ക് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരു നിർണായകമായ രീതിയിൽ ഇടപെടുന്നുണ്ടാകുന്നതിനെ സംബന്ധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ മാള കാർമൽ കോളേജിൽ നിന്ന് വന്നപ്പോൾ ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ അനുഭവപൂർവ്വം ചെയ്തെടുക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചോദിച്ചതിനേക്കാൾ കൂടുതലായി എന്തെങ്കിലും കൂടി എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിടാൻ പറ്റുമെന്ന് നോക്കിയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം ചെയ്യാനിപ്പോൾ പക്ഷെ എപ്പോൾ തന്നെ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. സമയത്തല്ല, അടുത്ത ആഴ്ച എന്തായാലും ചോദിച്ച് വിഷയപ്പെടുത്തുന്നത്. ഇവിടെ ഇപ്പോൾ 1ാം വർഷ ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ സ്വീകരണം ഞാൻ എൻ്റെ ചോദിച്ചു, ഇത് മുഴുവൻ 1ാം വർഷക്കാരാണെന്ന് ചോദിച്ചു. അതുപോലെ സെക്കൻഡേഴ്സും ഏരിയസും കാരണം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് കോളേജിൽ ആദ്യ വർഷം ബാച്ച് വരുന്ന സമയത്ത് ഞാൻ ലോ കോളേജിലായിരുന്നു. ലോ കോളേജ് പഠിക്കുന്ന സമയത്ത് ആദ്യ വർഷം ബാച്ച് വരുന്ന സമയത്ത് 2 ആഴ്ച കാലം വേറെ ഒരു മാസം നേരത്തേക്ക് സീനിയേഴ്സിനെ കോളേജ് കയറ്റാറില്ല. കാരണം ആ കോളേജിൽ 4 വർഷം വിദ്യാർത്ഥികൾ വരുന്നതിന് മുമ്പ് തന്നെ അവിടെ ഉണ്ടാവും. വിദ്യാർത്ഥികൾ അറിവിനൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയും നേതൃത്വ പാഠവും വളർത്തിയെടുക്കണമെന്ന് മന്ത്രി പറഞ്ഞു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ റിനി റാഫേൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ നിത ജോഷി, PTA വൈസ് പ്രസിഡന്റ് പോൾ പടമാട്ടുങ്കൽ, ഡോക്ടർ ബിന്ദു KB, ഡോക്ടർ മെറിൻ ഫ്രാൻസിസ്, ഡോക്ടർ ജിസ്മി ജോസഫ്, ചെയർമാൻ ജൂഡ് ബിജു എന്നിവർ സംസാരിച്ചു. JAC മാളയുടെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും 20ാം വാർഷികാഘോഷ പുരസ്കാര സമർപ്പണവും നാളെ നടക്കും. വൈകിട്ട് 6-ന് മേലടൂർ ജോയ് ഫാം റിസോർട്ടിൽ നടക്കുന്ന ചടങ്ങിൽ JCI സോൺ ചെയർമാൻ തേജ് പോൾ ജോർജ് മുഖ്യാതിഥിയാകും. പാർലമെന്റേറിയൻ നിർമ്മൽ കർത്ത, റീജിയണൽ ചെയർമാൻ EL ജോയ്, റീജിയണൽ സെക്രട്ടറി KP ജൈജു, ട്രഷറർ P രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുക്കും. സാമൂഹ്യനീതി രംഗത്തെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ മുൻനിർത്തി ഷാൻഡി ജോസഫ് തട്ടകത്തിനെ ചടങ്ങിൽ ആദരിക്കും. പരിപാടികൾ വിശദീകരിച്ച പത്രസമ്മേളനത്തിൽ ഭാരവാഹികളായ EL ജോയ്, P രാധാകൃഷ്ണൻ, KP ജൈജു എന്നിവർ പങ്കെടുത്തു. ചാലക്കുടി നഗരസഭയുടെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. കർഷകർക്ക് തെങ്ങിൻ തൈകൾ, പച്ചക്കറി തൈകൾ, വിവിധയിനം വിത്തുകൾ എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ KV പോൾ അധ്യക്ഷത വഹിച്ചു. സ്ഥിരസമിതി അധ്യക്ഷരായ ആനി പോൾ, OS ചന്ദ്രൻ, ഷിഫ സന്തോഷ്, കൗൺസിലർമാരായ ഷിബു വാലപ്പൻ, റീന ഡേവിസ്, ബിന്ദു ശശികുമാർ, വത്സൻ ചമ്പക്കര, KB ഉണ്ണികൃഷ്ണൻ, മേഴ്സി ടീച്ചർ, റെയ്സൻ ആലൂക്ക, ജെസി റാഫേൽ, അൽഫോൻസ ചാക്കോ, ലിൻഡ ജോയ്, കൃഷി ഓഫീസർ തോമസ് KC, ADC അംഗങ്ങളായ പോൾ T കുര്യൻ, പോൾ പുല്ലൻ, AK ചന്ദ്രൻ, അശോകൻ മടത്തിപ്പറമ്പിൽ, ശിവരാമൻ തുമ്പരുത്തി എന്നിവർ പ്രസംഗിച്ചു. പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ദിശ 2026 പ്രതിഭകളെ ആദരിക്കൽ ഞായറാഴ്ച നടക്കും.
കഴിഞ്ഞ അധ്യയന വർഷം SSLC +2, LSS, USS, NMMS, ന്യൂമാറ്റിക്സ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡ് നൽകി അനുമോദിക്കും. രാവിലെ 9 മണിക്ക് പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ KK വത്സരാജ് MLA ഉദ്ഘാടനം നിർവഹിക്കും. പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KS ദിലീപ് കുമാർ, സെക്രട്ടറി AM സൗമ്യ, വൈസ് പ്രസിഡന്റ് TB ഷാജി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടക്കാഞ്ചേരിയിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും തമ്മിലുള്ള മൂപ്പിളമ തർക്കം വിവാദത്തിലേക്ക്. പോലീസ് വാഹനത്തിന് പിഴ ചുമത്തിയതിന് പിന്നാലെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. മന്ത്രി കൂടിയായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OG ജനീഷിനെ തൃശൂർ DCC അവഗണിക്കുകയാണെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസീൻ മജീദ് രംഗത്തെത്തി. വിമർശനം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. കള്ളു കുടിച്ചതിന്റെ പണം ചോദിച്ചതിനെ തുടർന്ന് ഷാപ്പ് മാനേജരെ മർദ്ദിക്കുകയും ഷാപ്പിൽ നാശനഷ്ടം വരുത്തുകയും ചെയ്ത കേസിൽ 2 യുവാക്കളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായവരിൽ ഒരാൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.